ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് കിടക്കാം. ഇന്നലെ നമ്മൾ കാത്തിരുന്നത് യു എസിൽ നിന്നുള്ള ഇൻഫ്ലേഷൻ ഡേറ്റ ആയിരുന്നു. യു എസിലെ ഇൻഫ്ലേഷൻ ഡേറ്റ ഒരു 2.5% ഒരു ഫോൾ ആയത് യു എസ് മാർക്കറ്റിൽ ഇന്നലെ ഒരു റീബൗണ്ടാണ് ആക്ച്വലി നടന്നത്. അതായത് നമ്മുടെ മാർക്കറ്റ് ട്രേഡ് ചെയ്തിരുന്ന സമയത്ത് യു എസ് ഫ്യൂച്ചർ 250 പോയിൻറ്റ് മൈനസ് ആയിരുന്നു. അതിനുശേഷം യു എസ് മാർക്കറ്റ് ഏകദേശം ഒരു 400-ലേറെ പോയിൻറ്റ് ഇടിഞ്ഞിരുന്നു ഇനീഷ്യലി. അപ്പോൾ ഓൾ ടുഗദർ ഏകദേശം ഒരു 600 പോയിൻറ്റിലേറെ ഇടിഞ്ഞ യു എസ് മാർക്കറ്റ് തിരിച്ച് കയറി ഒരു അവസ്ഥയിലാണുള്ളത്. എൻവിഡിയ 8% റാലി രേഖപ്പെടുത്തി. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ. എങ്കിലും ഇന്ന് യു എസിൽ നിന്ന് പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ വരുന്നുണ്ട്. പക്ഷേ അത് മാറ്റി നിർത്തിയാൽ കൂടിയും യു എസ് മാർക്കറ്റ് ഇന്നലെ തിരികെ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകൾക്ക് ഓവർനൈറ്റ് ഹാപ്പി ഉണ്ടായിട്ടുണ്ട്. കാരണം പെട്ടെന്ന് തന്നെ യു എസ് മാർക്കറ്റ് ഇടിയുന്നു, അപ്പോൾ പെട്ടെന്നൊരു സന്തോഷം ഉണ്ടായി. പക്ഷേ പ്രാക്ടിക്കലി ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 100 പോയിൻറ്റ് ഇന്നലത്തെ ക്ലോസിങ്ങിൽ നിന്ന് മുകളിലാണ്. അപ്പോൾ ഇന്ന് മാർക്കറ്റിനെ ഷോർട്ട് ചെയ്ത ആളുകൾ എസ്പെഷ്യലി നമ്മൾ കണ്ടിരുന്നു. ഇന്നലെ കോൾ ഷോർട്ട് ആണ് കൂടുതലുണ്ടായിരുന്നത്. അപ്പോൾ അവർക്ക് പെട്ടെന്നൊരു സന്തോഷം ഉണ്ടായെങ്കിൽ കൂടിയും ആക്ച്വലി നടക്കുന്നത് ഇന്നൊരു 100 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു ഷോർട്ട് കവറിങ് റാലിയാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണ് ആളുകൾ മാർക്കറ്റിൽ ലോസ് ഉണ്ടാക്കുന്നത്. എങ്ങനെയാണ്? വളരെ സിമ്പിൾ. ഇങ്ങനെയാണ് മാർക്കറ്റിൽ ലോസ് ഉണ്ടാക്കുന്നത്. കാരണം ഇന്നലെ PCR 0.6 ആയിരുന്നു. അൾട്രാ ബീറിഷായ രീതിയിലായിരുന്നു. എല്ലാ ആളുകളും ഷോർട്ട് ചെയ്തു. മാർക്കറ്റ് ഇന്ന് 100 പോയിൻറ്റ് ഗ്യാപ്പ് അപ്പ്, അവരെല്ലാ ആൾക്കാരും ലോസ്. അപ്പോൾ ഇത്ര വലിയൊരു ഡേറ്റ വരുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കാം. എങ്ങനെയാണോ റിയാക്ട് ചെയ്യപ്പെടുന്നത് നമുക്ക് ഒരു പിടുത്തമില്ല എങ്ങനെ റിയാക്ട് ചെയ്യപ്പെടുമെന്ന്. അതിനുശേഷം ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഉചിതം. എനിവേ ഇന്നലെ FISും DISും ഇന്ത്യൻ മാർക്കറ്റിൽ നെറ്റ് ബയേഴ്സ് ആയിരുന്നു. FIS 1755 കോടി രൂപ, DIS 230 കോടി രൂപ. അപ്പോൾ സെല്ല് ചെയ്ത് ഒഴിവാക്കിയതെല്ലാം തന്നെ റീറ്റെയിലേഴ്സാണ്. കൂടാതെ തന്നെ ഇന്ന് ഇന്ത്യയിൽ നിന്ന് ഇൻഫ്ലേഷൻ ഡേറ്റ വരുന്നുണ്ട്. ഇന്ത്യയുടെ ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡേറ്റ നാളെ വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യനെ സംബന്ധിച്ച് 2 ദിവസം ഒരു പ്രധാനമുള്ള ദിവസമാണ്. നേരെ നമുക്ക് നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കാം. നേരത്തെ കണ്ടതുപോലെ തന്നെ PCR 0.61 ആണ്. ആളുകൾ സീവിയറായിട്ട് കോള് ഷോർട്ട് ചെയ്യുക മാത്രമല്ല, കോൾ അഡീഷനും നടന്നിട്ടുണ്ട്. ആ ഒരു ഹാച്ച് എന്ന് പറയുന്നത് അഡീഷണൽ കോള് റൈറ്റ് ചെയ്തതാണ്. ഈവൻ അറ്റ് ദ മണിയിൽ പോലും അഡീഷണൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഇന്ന് ട്രബിൾ ആവും. ഇനി ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഏറ്റവും താഴെ കാണാം US ഫിക്സ് 7% ഫോളായി. നാസ്ഡാക്ക് റാലി രേഖപ്പെടുത്തി. എൻവിഡിയുടെ റാലിയുടെ സഹായത്തോടു കൂടിയിട്ട് 369 പോയിൻറ്റ് റാലി. ഡോ 124 പോയിൻറ്റ് റാലി. യൂറോപ്യൻ മാർക്കറ്റ് എന്നാൽ മിക്സ്ഡ് ആയിരുന്നു. ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഏഷ്യൻ മാർക്കറ്റാണ് ഏറ്റവും ടോപ്പിലൊക്കെ കാണുന്നത്. അത് പോസിറ്റീവായ രീതിയിൽ ട്രേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കമ്പനികളിൽ വിപ്രോ ഇടിഞ്ഞു, അതിനുശേഷം തിരിച്ചു കയറി. ഇൻഫോസിസ് ഇടിഞ്ഞു, അതിനുശേഷം തിരിച്ചു കയറി. റിലയൻസ് GDR എന്നാൽ 1% ഇടിവിലായിരുന്നു. HDFCയും ICICI ബാങ്കും പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു. കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ പോകുകയാണെങ്കിൽ അദാനി പോർട്ട്, ഗുജറാത്തിലുള്ള കണ്ടാല പോർട്ട് ഇവർ ഡെവലപ്മെൻറ്റ് ചെയ്യാനായിട്ട് തീരുമാനം എടുത്തിട്ടുണ്ട്. ഇൻഡിഗോ ഇവരുടെ ഡൊമസ്റ്റിക് എയർവേസിൽ ബിസിനസ് ക്ലാസ് ആരംഭിക്കും. കൂടാതെ തന്നെ കമ്പനി പുതിയതായിട്ട് 40 പുതിയ ഡെസ്റ്റിനേഷനിലേക്ക് ഇൻ്റർനാഷണൽ സർവീസ് ആരംഭിക്കും. റൂട്ട് മൊബൈൽ ഇവരുടെ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് സെല്ല് ചെയ്യാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. നിലവിലുള്ള കമ്പനി ഇവരുടെ സ്റ്റേക്ക് സെല്ല് ചെയ്യുന്നതിന് നമ്മൾ ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത് OFS, നമുക്ക് IPO പോലെ തന്നെ പങ്കെടുക്കാം. അപ്പോൾ ഓഫേഴ്സ് പ്രഖ്യാപിക്കുന്ന സമയത്ത് ചില പ്രശ്നം ഉണ്ടാകുന്നത് നിലവിലെ ട്രേഡ് ചെയ്യുന്ന LTPയിൽ നിന്ന് ഒരു 10% ഡിസ്കൗണ്ട് ഇവർ സെല്ല് ചെയ്ത് കളയും. അപ്പോൾ നിലവിലെ നിക്ഷേപകർക്ക് അത് വലിയൊരു ഇടിയാണ്, ദോഷമാണ്. പക്ഷേ റൂട്ട് മൊബൈലിൻ്റെ കേസിൽ അങ്ങനെയല്ല. നിലവിലുള്ള പ്രൈസിൽ തന്നെയാണ് ഇവർ സെല്ല് ചെയ്യുന്നത് എന്ന് മാത്രമാണ് ഉള്ളത്. അപ്പോൾ അത് നോൺ ഇമ്പാക്റ്റ് ആയിട്ട് ആക്ട് ചെയ്തേക്കാം. BPCL കമ്പനിയെ കുറിച്ചുള്ളൊരു ന്യൂസ് ഉള്ളത്, അവർ അബുദാബി ആയിട്ടൊരു പുതിയ ഓയിൽ വെഞ്ചർ പ്രോജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു. NBCC കമ്പനി ഇവർ 13 ഏക്കർ ലാൻഡ് അക്വയർ ചെയ്തിട്ടുണ്ട്. 1600 കോടി രൂപയുടെ ഒരു പ്രൊജക്റ്റ് MTNL ആയിട്ട് സഹകരിച്ചിട്ട് ചെയ്യാൻ തീരുമാനിച്ചു. HPCL കമ്പനി 2222 കോടി രൂപയുടെ ഒരു പുതിയ പ്രൊജക്റ്റ് റായ്പൂർ പൈപ്പ് ലൈൻ പ്രൊജക്റ്റ് കമ്പനി അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഒലട്ര ഗ്രീൻ ടെക് കമ്പനി ഇന്ത്യ ട്രാൻസ്പോർട്ട് മിനിസ്ട്രി ഏകദേശം ഒരു 38,000 ഇലക്ട്രിക്കൽ ബസ്സാണ് വാങ്ങാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഒലട്ര ഗ്രീൻ ടെക്കിന് അതിൻ്റെ പ്രയോജനം കിട്ടും. വിപ്രോ ഇവരുടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സർവീസ് ശ്രീലങ്ക എയർപോർട്ടിൽ അവർ ഇംപ്ലിമെൻ്റ് ചെയ്തു. CE ഇൻഫോസിസ്റ്റം കമ്പനി സൂം കാറായിട്ട് പുതിയ ബിസിനസ് കോൺട്രാക്റ്റ് സൈൻ ചെയ്തു. GET&D കമ്പനിക്ക് ഇവർക്ക് ദുബായിൽ നിന്നും ഫ്രാൻസിൽ നിന്നും ഓർഡർ ലഭിച്ചു. കാസ്ട്രോൾ ഇന്ത്യ കമ്പനി ഇവരുടെ ഓട്ടോ കെയർ പ്രൊഡക്റ്റ് ഇന്ത്യയിൽ ഇവർ എക്സ്പാൻഡ് ചെയ്യാൻ തീരുമാനിച്ചു. ലെമൺ ട്രീ ഹോട്ടൽ കമ്പനി പൂനെയിൽ പുതിയ ഹോട്ടൽ ഇവർ അക്വയർ ചെയ്തു.
ബാൽ ഫാർമ കമ്പനി പുതിയ ഇവരുടെ പ്ലാന്റ് 30 കോടി രൂപയ്ക്ക് ഇവർ സെറ്റപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അസൂർ മൾട്ടി പ്രൊജക്ട് കമ്പനിക്ക് 155 കോടി രൂപയുടെ ഓർഡർ കിട്ടിയതായിട്ടുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. വിശദമായിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് ന്യൂസായിട്ട് വൈകിട്ട് 7 മണിക്ക് എത്താം. എല്ലാവർക്കും ശുഭദിനം. എല്ലാവർക്കും കമൻറ്റിൽ ഒരു സുഹൃത്ത് പറയും പോലെ എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ വിഷ് ചെയ്യുന്നു. താങ്ക് യു ആൾ.